Slide right, then. ഹലോ, അപ്പൊ ഞങ്ങൾ ഇന്നൊരു യാത്ര പോവാണ്. ഞങ്ങൾ എവിടെ യാത്രക്ക് പോയാലും ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നോക്കൂ, എവിടെയെങ്കിലും ഒരു നിസ്സാരപ്പെട്ട സ്ഥലത്ത് പോണോന്ന് ഞങ്ങൾ പറഞ്ഞാൽ പോലും ഒട്ടനെ ഞങ്ങളുടെ കൂടെ വരുന്ന ഞങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണിത്. കോട്ട എന്താന്നൊന്നും പറയാതെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന എന്തെങ്കിലും മനസ്സിലാകുമോ അല്ലേ? മെയ് 18 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പൊ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് ഞങ്ങൾ എപ്പോഴും എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് യാത്ര പോകും. ഞങ്ങൾ ആഘോഷിക്കുന്ന രീതി അങ്ങനെയാട്ടോ. കേക്ക് മുറിക്കുക, ഗിഫ്റ്റ് കൊടുക്കുക, അങ്ങനെയുള്ള ഒരു പരിപാടി ഞങ്ങൾ ഇതുവരെയും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാത്തതിന് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു റീസൺ ഉണ്ട്. എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അത് പറയേണ്ടി വരുമ്പോൾ ഞാൻ പറയാട്ടോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പോണ വഴിയിലുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു പോവാൻ. അങ്ങനെ ഞങ്ങൾ ഇതാ ഒരു പൈൻ ഫോറസ്റ്റിൽ എത്തിയിട്ടോ. സത്യത്തിൽ ഇവിടെ എന്താ കാണാനുള്ളതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. ആ ഓരോരോ ആംബിയൻസ് ഒക്കെ ഒന്ന് ആസ്വദിക്കാം. പിന്നെ ഒരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു രസമല്ലേ. പിന്നെ ഇവിടെ അത്യാവശ്യം ടിക്കറ്റ് ചാർജ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് ചാർജ്. കുഞ്ചുവിനാണെങ്കിൽ 15 രൂപയും. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ടിക്കറ്റ് ചാർജ് ഉണ്ട്. സാധാരണ കുഞ്ഞുപിള്ളേർക്കൊന്നും ടിക്കറ്റ് എടുക്കാത്ത. ഓക്കെ, അതൊക്കെ വിട്ട് അപ്പൊ നടന്ന് ഞങ്ങൾ സത്യത്തിൽ ക്ഷീണിച്ചു. പിന്നെ ഇവിടെ എന്താ കാണാനുള്ള അമ്മേനെ കുഞ്ചു ചോദിക്കുമ്പോൾ ഈ ഫോറസ്റ്റ് മുഴുവൻ ഫോറസ്റ്റാ എന്താ തന്നെ ഡയലോഗും ഞാൻ അടിച്ചു കേട്ടോ. അങ്ങനെ ക്ഷീണിച്ചു. അയ്യോ, ഇനി ഇതിന്റെ മുകളിൽ എന്താന്ന് അറിയാൻ പാടില്ല. ചുമ്മാ കയറി പോണം. ഇത്രയും പറഞ്ഞിട്ടും ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ പ്ലേസ് മാത്രം ഞാൻ പറഞ്ഞില്ല. തേക്കടിയിലെ ഓക്സിജൻ റിസോർട്ടിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര. ഹലോ, ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ പോലീസ് ചടങ്ങിട്ടുണ്ട് കേട്ടോ. ദൈവമേ, അച്ഛനും മോളും കൂടി ഇതേ കാട്ടിനകത്തോട്ടൊക്കെ കയറി പോകുന്നുണ്ട്. ഇവിടെ മുഴുവൻ ചീവീടിന്റെ സൗണ്ട് ആട്ടോ. കേക്കാമോ? അയ്യോ, പോയി കിടന്ന്. അച്ഛനും മുളം കൊണ്ട് നടന്ന് അധികം ആരും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് എത്തിട്ടോ. എനിക്കാണെങ്കിൽ അതൊക്കെല്ലാം കണ്ടിട്ട് നല്ല ടെൻഷൻ ആകുകയും ചെയ്തു. അവർക്ക് രണ്ടുപേർക്കും ഒരു ടെൻഷനും ഇല്ല. കുറച്ച് റീൽസ് ഒക്കെ എടുത്തു. ഇനി ഇവിടെ നിന്ന് പോവാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചില്ല് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് സ്ഥലം. നല്ല സൗണ്ട് കേട്ടോ. തണുപ്പൊക്കെ ഗൈസ്, എല്ലാം ഓക്കെയാണ്. പക്ഷെ അട്ട അടിക്കാതെ നോക്കണം. ഞങ്ങൾക്കൊരു അട്ടകടി കിട്ടി. 1 അല്ല 2. എനിക്കും വിഷ്ണുവിനും അട്ട അടിച്ചു. ഇത്ര കോണുള്ള കുഞ്ഞട്ടയാട്ടോ ഞങ്ങളെ കടിച്ചത്. ചോര വന്ന് നിൽപ്പുണ്ട് ഇപ്പൊ. ചോര കണ്ടപ്പോഴേക്കും ഞാൻ അങ്ങ് ഡൗൺ ആയി. പരുന്തുംപാറ ഇറങ്ങാം. അടിപൊളി മഞ്ഞ്, നല്ല ക്ലൈമറ്റാ. ഈ ക്ലൈമറ്റിൽ ആക്ച്വലി നടക്കാനൊക്കെ അടിപൊളിയാണ്. പക്ഷേ നടക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് അത്ര സുഖമായിട്ട് തോന്നൂല. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഭയങ്കരമായിട്ട് കോട ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്നെ കളിയാക്കണം, നീ ഒന്നും നല്ല കോട കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ഞാൻ ഉണ്ടാക്കണ വെച്ചിട്ട് ഇത് അടിപൊളി കോടയാണ് കേട്ടോ. പക്ഷെ ഞാൻ പറയണത് ഇതൊന്നും കോടയല്ല, ഇതൊക്കെ സിമ്പിൾ നിസ്സാരം എന്നാണ് പുള്ളി പറയുന്നത്. കുഞ്ചു ആക്ച്വലി ഭയങ്കര സന്തോഷത്തിലാണ്. അവളുടെ കണ്ണ് മുഴുവൻ എന്താ, അവൾക്ക് ആവശ്യത്തിൽ കൂടുതൽ പറ്റിയ ടൈപ്പ് കടകളും ഒക്കെ ഉണ്ട്. ഇങ്ങനെ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഇവിടെ എവിടെയോ ഒരു കടയിൽ നിന്ന് ഞങ്ങൾ ബൺ ഓംലേറ്റും ഇതൊക്കെ കഴിച്ചായിരുന്നു. പൊളിയായിരുന്നു. ഈ കടയിൽ നിന്ന് നൂഡിൽസ് മേടിക്കാൻ വേണ്ടി പോവാം. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ആ വ്യൂ പോയിന്റിലേക്ക് പോവാന്നും പറഞ്ഞ് ഞങ്ങൾ ആദ്യമേ ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നു കേട്ടോ. ഒരു 5 മിനിറ്റ് പോലും അവിടെ നിന്നില്ല. അതിനു മുമ്പ് വൻ ശക്തമായ കോട ഇറങ്ങി തുടങ്ങി. കൂടുതൽ മഴയും വന്നു. എന്നാ പിന്നെ മഴ പോട്ടെ എന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നു. ഒരു ബൺ ഓംലേറ്റും നൂഡിൽസും വാങ്ങി. മഴ പോയില്ല. ഒരു ബൺ ഓംലേറ്റും ഒരു നൂഡിൽസും കൂടി വാങ്ങി. മഴ പോയില്ല. പിന്നെയും ഒന്നും കൂടി വാങ്ങി. മഴ മാത്രം പോകുന്നില്ല. അവസാനം പ്ലേറ്റിന്റെ എണ്ണം കൂടി എന്നല്ലാണ്ട് മഴയ്ക്കൊരു ശമനം ഇല്ലെന്നാണ് ഞങ്ങൾ അവിടെ അങ്ങ് പെട്ടുപോയി. ഞങ്ങളിത് എക്സ്പെക്ട് ചെയ്തിരുന്നു. ഞങ്ങൾ എന്തായാലും മഴയത്ത് പെടും നല്ല കോൺഫിഡൻസ് തന്നെ നിൽക്കുമായിരുന്നു ഞങ്ങള്. മഴ ഞങ്ങളെ പരുന്തുംപാറയിലെ കേറുന്ന പരിപാടി ഡ്രോപ്പ് ചെയ്തു. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു. ഇനി ഞങ്ങൾക്ക് നോക്കി Slide right, then. ഞങ്ങൾ അവിടെ നിന്ന് ഓടി ഇറങ്ങുന്നതിന് മുമ്പ് കടയിലെ ചേട്ടൻ, അയ്യോ ഇത് ഞാൻ കോളിഫ്ലവർ വറക്കാൻ പോവാ, അതും കൂടി ഒന്ന് ട്രൈ ചെയ്തിട്ട് പോന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ എന്തായാലും അവിടെ നിന്നു. അങ്ങനെ ഞങ്ങൾ ഒരു കോളിഫ്ലവറും കൂടി വാങ്ങി അതൊന്ന് ട്രൈ ചെയ്തു കേട്ടോ. ഇങ്ങനെയൊക്കെ കൊത്തിപ്പെറുക്കി തിന്നെങ്കിലും ഒരു 3 മണിയായപ്പോഴേക്കും ഞങ്ങൾക്ക് പിന്നെ വിശക്കാൻ തുടങ്ങി കേട്ടോ. മഴയല്ലേ, അതുകൊണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ബിരിയാണി വാങ്ങിച്ചാട്ടോ. ആക്ച്വലി ബിരിയാണി അത്ര സുഖം ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിലെ ബിരിയാണി ഇവർ കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു.
ഇതൊരു നോർമൽ സാധനമായിരുന്നു, പക്ഷെ ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലുണ്ടായിരുന്നു. മുട്ടയൊക്കെ ഉണ്ടായിരുന്നു, അതൊരു ക്വാളിറ്റി ആണ്. പക്ഷെ എന്നാലും ബിരിയാണിയുടെ ടേസ്റ്റ് വൈസ് നമ്മുടെ നാട്ടിലെ ബിരിയാണിയൊക്കെ അടിപൊളി. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ റിസോർട്ടിലേക്കാട്ടോ എത്തിയ. റിസോർട്ടിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ നല്ല പേമാരി പോലത്തെ മഴയായിരുന്നു. മഴ തോർന്നു കഴിയുമ്പോഴേക്കും ഞങ്ങൾ അവിടേക്കൊന്ന് കറങ്ങി കിടന്നു. പിന്നെ നേരെ ഞങ്ങളിതാ പൂളിലേക്കാട്ടോ പോയത്. കുഞ്ചു സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല, അവൾക്കൊരു പൂൾ എന്ന് പറഞ്ഞൊരു വികാരമാണ്. അങ്ങനെ ഞങ്ങൾ കുറെ നേരം ഞാനും കുഞ്ചു പോയി വെള്ളത്തിൽ കിടന്നു. ഞങ്ങൾ ആക്ച്വലി നേരെ പൂളിൽ പോയി കുളിച്ച് അല്ലേ. പൂളിൽ ഞങ്ങൾ കുറേ നേരം നമുക്ക് എൻജോയ് ചെയ്തല്ലേ കുഞ്ഞു? കുഞ്ചു ആക്ച്വലി ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പം ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കണം, നേരെ കിടന്ന് ഉറങ്ങണം. അപ്പം ഞങ്ങൾ ഇനി നാളെ വരാം. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അപ്പോൾ